അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. പ്രിയ സഹോദരന്മാരെ, ഇനി ജബ്ബാർ മാഷ് പറയുന്നത് ജൂതന്മാർ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളോട് 3 ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ സത്യപ്പെടുത്താൻ, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി, അത് തെറ്റാണെന്ന് തെളിയിക്കാൻ, മുഹമ്മദ് പ്രവാചകനല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾക്ക് 3 ചോദ്യം പറഞ്ഞു കൊടുത്തു. അതിലൊന്ന് റൂഹിനെ സംബന്ധിച്ചാണ്, മറ്റൊന്ന് അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികളെ സംബന്ധിച്ചാണ്, മൂന്നാമത്തേത് ദുൽഖർനൈനെ സംബന്ധിച്ചാണ്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയണത് യസ്അലൂനക അനിർ റൂഹ്, സൂറത്ത് ഇസ്രാ അല്ലെങ്കിൽ ബനി ഇസ്രായീൽ എന്നൊക്കെ പേരുള്ള അധ്യായത്തിലാണ് ഈ ആയത്തിന് ഉള്ളത്. യസ്അലൂനക അനിർ റൂഹ്, അവർ താങ്കളോട് റൂഹിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. അതിന് മറുപടി പറയാൻ വേണ്ടി ഖുർആൻ പറഞ്ഞത് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എന്നത് എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. എന്താണ് റൂഹിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ വസ്തുനിഷ്ഠത എന്താണെന്നുള്ളത് പറയാൻ എനിക്ക് കഴിയില്ല, അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടൊരു സംഗതിയാണ് എന്ന് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് ജബ്ബാർ മാഷ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർ ഇത് ചോദ്യം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നാളെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. നാളെയില്ല, മറ്റന്നാളും ഇല്ല, അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി ഇല്ല എന്നാണ്. ഈ വർത്തമാനം പറയുമ്പോൾ ചില സംഗതികൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അതിശയോക്തിപരമായി പറയാം. അതാണ് ഇവിടെ ജബ്ബാർ മാഷ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. നാളെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരമില്ലാത്തൊരു സംഗതി ഞാൻ പിന്നീട് പറഞ്ഞു തരാം എന്ന് പറയാനേ പറ്റുള്ളൂ. ഈ നാളെ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത് കൊണ്ട് മാത്രമായില്ലല്ലോ. അതിൻ്റെ മറുപടി നൽകണമെങ്കിൽ അത് അള്ളാഹു അറിയിച്ചു കൊടുത്താലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയൂ. അതെപ്പോൾ വഹയ്യ് നൽകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അള്ളയാണ്. എന്നിട്ട് മൂപ്പരൊരു ചോദ്യമുണ്ട്, ഇത് അള്ളാഹുവാണ് പറയണമെങ്കിൽ എന്തിനാ അങ്ങനെയൊക്കെ കാത്തിക്കണത്, അപ്പോഴ് പറഞ്ഞാൽ പോരേന്നാ എന്ന് പറഞ്ഞാൽ, അള്ളാഹു എന്ന് പറഞ്ഞാൽ ജബ്ബാർ മാഷയുടെ കളിക്കൂട്ടുകാരനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാവുന്ന ഒരു പാവയോ ഒക്കെ ആണെന്നാണ് മൂപ്പർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക. ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അള്ളാഹു ആണിത് പറയണമെങ്കിൽ വഹി ഇറക്കണമെങ്കിൽ അള്ളാഹ്ക്ക് അപ്പോഴ് പറഞ്ഞാൽ പോരെ എന്ന് വയ്ക്കണത്. ഏറ്റവും ചുരുങ്ങിയത് ജബ്ബാർ മാഷയ്ക്ക് ഉള്ള സ്വാതന്ത്ര്യമെങ്കിലും അയാൾ അള്ളാഹുവിന് സമ്മതിച്ചു കൊടുക്കണ്ടേ. അയാളുടെ കാഴ്ചപ്പാടിൽ അള്ളാഹു ഇല്ല, പോട്ടെ, ഇനി അങ്ങനെ ഒരു സാങ്കല്പിക അസ്തിത്വം എന്ന നിലക്ക് നമുക്ക് സങ്കല്പിക്കാമല്ലോ. അങ്ങനെ സങ്കല്പിച്ചാൽ പോലും ഇയാൾക്കുള്ള സ്വാതന്ത്ര്യമെങ്കിലും അയാൾ അള്ളാഹ്ക്ക് സമ്മതിച്ചു കൊടുക്കണ്ടേ. അതിനുപോലും അയാൾ തയ്യാറില്ല എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇവിടെ റൂഹ് എന്ന് പറഞ്ഞാൽ റൂഹുൽ ഖുദ്സിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇത് അയാൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? റൂഹ് എന്നത് ഖുർആൻ പല അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ആത്മാവിനെ പറ്റി റൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മലക്കിനെ സംബന്ധിച്ച് റൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വഹീനെ സംബന്ധിച്ച് റൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പലതിനെ സംബന്ധിച്ച് റൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് റൂഹാണ് എന്നുള്ളത് അതവർ വ്യക്തമാക്കിയിട്ടില്ല. എന്താണ് മുഹമ്മദ് റൂഹ് എന്നേ അവർ ചോദ്യമുള്ളൂ. അപ്പോൾ ആ ചോദ്യം തന്നെയും അവ്യക്തമാണ്. അവ്യക്തമായിട്ടുള്ളൊരു ചോദ്യം. ഒന്നുകിൽ അവർ മനുഷ്യൻ്റെ ആത്മാവ് എന്ന അർത്ഥത്തിലുള്ള റൂഹ് എന്താണെന്ന് ചോദിക്കണം, അത് ചോദിച്ചിട്ടില്ല. അതുപോലെ മലക്കിനെ സംബന്ധിച്ച് റൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റൂഹ്, മലക്ക് എന്ന് പറയുന്ന റൂഹിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിക്കണം, അത് ചോദിച്ചിട്ടില്ല. അതല്ലെങ്കിൽ വഹി എന്ന് പറയുന്ന ഈ യാഥാർത്ഥ്യമാകുന്ന റൂഹ് എന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചാവണം ചോദിക്കുക, അതുപോലെ വ്യക്തമാക്കിയിട്ടില്ല. ഇനി മനുഷ്യൻ്റെ മനസ്സിനെ സംബന്ധിച്ചും വേണമെങ്കിൽ അങ്ങനെ പറയാം.
ഇതൊന്നും വ്യക്തമാക്കാതെ അവ്യക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇവിടെ അവർ ഉന്നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മനുഷ്യൻ എന്നുള്ള ആൾക്ക് ഇതിന് മറുപടി അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ വഹയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹു അദ്ദേഹത്തിന് വഹി നൽകുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അതിൽ ശത്രുക്കൾ നബിയെ പരിഹസിക്കുന്നുള്ളതൊക്കെ ശരിയാണ്. മുഹമ്മദിനെ അവൻ്റെ നാഥൻ അല്ലെങ്കിൽ റബ്ബ്, അവൻ്റെ ദൈവം കൈവടിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നബി പ്രയാസപ്പെട്ടിട്ടുമുണ്ട്. ആ പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടിയാണ് മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിൻ്റെ നാഥൻ നിന്നെ കൈവടിഞ്ഞിട്ടില്ല, നിന്നെ അവൻ വെറുത്തിട്ടുമില്ല എന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെടുന്ന ആ പ്രയാസം ദൂരീകരിച്ച് കിട്ടിയെന്നുള്ള ഒന്ന്. രണ്ടാമത്തേത് റൂഹിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്ന അവസ്ഥയിലല്ല മനുഷ്യൻ്റെ ബുദ്ധിപരമായ കഴിവുള്ളത്. അതുകൊണ്ട് റൂഹ് എന്താണെന്ന് അവനോട് വിശദീകരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മാത്രമല്ല ഈ അവ്യക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഏത് റൂഹിനെ സംബന്ധിച്ചാണ് നിങ്ങൾ ചോദിക്കണമെന്ന് പിന്നെ അവരോട് തിരിച്ചു ചോദിക്കണ്ടേ. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ എല്ലാം പഠിപ്പിക്കുക, പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഗതികളും പഠിപ്പിക്കുക, മനുഷ്യൻ അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല അള്ളാഹു ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റുന്ന സന്മാർഗവും ദുർമാർഗവും തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അവനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ അവ്യക്തമായിട്ടുള്ള ചോദ്യത്തിന് അള്ളാഹു അങ്ങനെ തന്നെ ഒരു മറുപടിയും പറഞ്ഞു. കൊലി റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എന്ന് പറഞ്ഞത് എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ പെട്ടതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, വളരെ കുറച്ച് അറിവേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് നൽകാത്ത ഒരുപാട് അറിവുകൾ എൻ്റെ അടുത്തുണ്ട്. ഇത് ഖുർആൻ മറ്റേ എന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കലിമത്തുകൾ ഈ ഭൂമിയിലുള്ള ചെടികളാകുന്ന ചെടികളത്രയും അത് പേനയും ഭൂമിയിലുള്ള സമുദ്രങ്ങളത്രയും മഷിയുമായി രൂപാന്തരപ്പെടുകയും എന്നിട്ട് ആ മഷി, അതായത് സമുദ്രമാകുന്ന മഷി, അതിന് 7 സമുദ്രങ്ങൾ കൊണ്ട് വീണ്ടും പരിപോഷിപ്പിക്കുകയും ചെയ്താലും എൻ്റെ റബ്ബിൻ്റെ കലിമത്തുകൾ അത് എഴുതി തീരാൻ പോകുന്നില്ല. അത്രക്ക് അറിവിൻ്റെ ഖേദാരമാണ്, അറിവിൻ്റെ ഉറവിടമാണല്ലോ അല്ലാഹു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മാത്രമല്ല നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതിൻ്റെ അപ്പുറത്താണ് അറിവിൻ്റെ ലോകം പോലുള്ളത്. അതിൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് റൂഹിനെ സംബന്ധിച്ച് വ്യക്തമായി നിങ്ങൾ അറിയേണ്ടതില്ല, അത് അള്ളാഹുവിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് മറുപടി പറയാനാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതേ മനുഷ്യൻ ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. അതല്ലെങ്കിൽ ജബ്ബാർ മാഷ് പറയട്ടെ, അള്ളാഹ്ക്കും നബിക്കും ഒക്കെ തെറ്റുപറ്റി. ശരി, എന്താണ് മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ ആത്മാവ് എന്നത് ജീവൻ, എല്ലാ ജീവജാലങ്ങൾക്കുള്ള ജീവൻ എന്ന് പറയുന്ന ആ ഒരു വസ്തുതയാണോ? അങ്ങനെയാണെങ്കിൽ മനുഷ്യനും മറ്റ് ഇതര ജീവജാലങ്ങളും തമ്മിൽ എന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നു? മനുഷ്യന് റൂഹ് എന്ന് പറയുന്നൊരു സംഗതി ഇല്ല എന്നായിരിക്കുമല്ലോ ജബ്ബാർ മാഷ് പറയാനുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യനും ഇതര ജീവജാലങ്ങളും വ്യത്യസ്തമാവുന്നത്? എന്തിൻ്റെ പേരിലാണ്? ഇനി ബുദ്ധി എന്നതാണ്. എന്താണ് ഈ ബുദ്ധി അറിയുന്ന സംഗതി? അതെങ്ങനെയാണ് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള എല്ലാ ലവണങ്ങളും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള പദാർത്ഥ സംബന്ധമായിട്ടുള്ള എല്ലാം വേണമെങ്കിൽ മറ്റ് ജീവജാലങ്ങളിലൊക്കെ ഉണ്ടെന്ന് പറയാം. അതിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ മനുഷ്യനേക്കാൾ കൂടുതൽ ഇത് വർദ്ധിച്ച തോതിലുള്ള ജീവികൾ വരെ ഉണ്ട്. എന്നാൽ ഈ ജീവികൾക്കൊന്നും മനുഷ്യനില്ലാത്ത ഈ പ്രത്യേകത എവിടെ നിന്ന് കിട്ടി, ആര് കൊടുത്തു? ഇത് പരിണാമത്തിലൂടെ ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ എന്തേ മനുഷ്യന് മാത്രം ഇങ്ങനെ ഒരു പരിണാമം കിട്ടാൻ കാരണം എന്താണ്? മറ്റുള്ള ജീവികൾക്ക് എന്തുകൊണ്ടത് കിട്ടിയില്ല? ഇതിനൊക്കെ ജബ്ബാർ മാഷ പോലുള്ള ആളുകൾ, നാസ്തികന്മാരും അല്ലാത്തവരൊക്കെ മറുപടി പറയേണ്ടതാണ്.
അപ്പോൾ ഖുർആനിനെ കളിയാക്കിയത് കൊണ്ട് അള്ളാഹുവിന് തെറ്റുപറ്റി അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. വസ്തുതകളായിട്ട് മനസ്സിലാക്കാനും അത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാവുന്ന വിധം അത് പറയാനുള്ള ബാധ്യത ഖുർആനെ വിമർശിക്കുന്ന ജബ്ബാർ മാഷെ പോലുള്ള ആളുകൾക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. എന്താണ് റൂഹ്? അങ്ങനെ ഒരു സാധനം മനുഷ്യനുണ്ടോ? ഇല്ല എന്നാണെങ്കിൽ എവിടെയാണ് മനുഷ്യനും ഇതര ജീവജാലങ്ങളും വ്യത്യാസപ്പെടുന്നത്? മനുഷ്യൻ്റെ ഈ പ്രത്യേകതയ്ക്ക് എന്താണ് കാരണം എന്നൊക്കെ അദ്ദേഹത്തെ പോലുള്ള ആളുകളും വ്യക്തമാക്കേണ്ടതാണ്. അത് അവർക്ക് പറയാൻ കഴിയാത്ത കാലത്തോളം ഞഞ്ഞമ്മിഞ്ഞ പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതല്ലാതെ വസ്തുതാപരമായിട്ട് തെളിവ് സമർത്ഥിച്ചുകൊണ്ട് പറയാൻ കഴിയാത്ത കാലത്തോളം ഒരിക്കലും അവരുടെ വാക്കുകൾ വിലക്ക് യാതൊരു വിലയുമില്ല, അത് പാഴ്വാക്കുകളാണ് എന്ന് മനസ്സിലാക്കാനേ സാധ്യമാവുകയുള്ളൂ.